മിഥുനമാസ പൂജകൾക്കായി ശബരിമല നട തുറന്നു. തന്ത്രിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി നട തുറന്ന് ശ്രീലകത്ത് ദീപം തെളിയിച്ചു. പൂജകൾ പൂർത്തിയാക്കി 19 രാത്രിയാണ് നട അടയ്ക്കുക. വിശദാംശങ്ങളുമായി എം മനോജ് ചേരുകയാണ്. മനോജ്, മിഥുനമാസ പൂജകൾക്കാണ് ശബരിമല നട തുറന്നത്. മറ്റു വിവരങ്ങൾ കൂടി. മിഥുനമാസ പൂജകൾക്കായി ശബരിമല നട തുറന്നിരിക്കുകയാണ്. വൈകുന്നേരം 5 മണിയോടുകൂടി തന്നെയാണ് നട തുറന്നത്. മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി, അതായത് തന്ത്രിയുടെ സാന്നിധ്യത്തിൽ നിരവധി ഭക്തരെ സാക്ഷിയാക്കിയാണ് ഈ ഒരു നട തുറന്നത്. ഇപ്പോൾ ഇത് കഴിഞ്ഞ് നിരവധി ഭക്തരാണ് ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി അല്പസമയത്തിനകം തന്നെ താഴെ നിൽക്കുന്ന അയ്യപ്പ ഭക്തരെ ഈ മുകളിലേക്ക് സന്നിധാനത്തേക്ക് കയറ്റിവിടും. ഏതായാലും ഈ ഒരു മിഥുനമാസ പൂജകൾ പൂർത്തിയാവുക 19-ാം തീയതിയാണ്. വലിയ തിരക്ക് തന്നെയാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. അതേസമയം തന്നെ മഴയും ശക്തമായിരുന്നു. എന്നാൽ അല്പസമയം മുമ്പാണ് മഴയ്ക്ക് ശമനമുണ്ടായത്. ഇനി ഇത് കഴിഞ്ഞ ശേഷം മറ്റ് ചടങ്ങുകളൊക്കെ തന്നെ ഇനി ഹരിവരാസനം പാടി നട അടച്ചതിന് ശേഷം നാളെ പുലർച്ചെയാണ് നട തുറക്കുക. തുടർന്ന് മറ്റ് പൂജകൾ നടക്കും. എന്തായാലും വലിയൊരു ഭക്തജന തിരക്ക് ഈ ഒരു മിഥുനമാസത്തിലും നമുക്ക് സന്നിധാനത്ത് കാണാൻ സാധിക്കും. എല്ലാവരും ശരണമന്ത്രങ്ങൾ മുഴക്കി അങ്ങനെ ആ നടയിൽ തന്നെ കാത്തു നിന്നത് നമുക്ക് നേരത്തെ ദൃശ്യങ്ങളിലൊക്കെ കാണാൻ സാധിക്കും. ആ നട തുറക്കുന്നതിന് മുമ്പായി സന്നിധാനം മുഴുവനായും, അതായത് ശരണമന്ത്ര ധ്വനികൾ ഉയർന്നുകൊണ്ട് അങ്ങനെ ആ നട തുറക്കുന്നത് അയ്യനെ ഒന്ന് ദർശിക്കുവാൻ വേണ്ടി നിരവധി ഭക്തജനങ്ങൾ അങ്ങനെ തൊഴുകൈയോടുകൂടി നിന്നത് നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ഇപ്പോൾ നട തുറന്ന് മറ്റ് കാര്യങ്ങളിലേക്ക്, അതായത് പ്രസാദം നൽകുകയാണ് തന്ത്രി ഇപ്പോൾ ഭക്തർക്ക്. അത് കഴിഞ്ഞ ശേഷം ഇനി മറ്റ് ചടങ്ങുകൾ നടക്കും. എന്തായാലും ഇന്ന് ഈ ഒരു നട തുറക്കുമ്പോൾ ഇവിടെ ദേവസ്വം പ്രസിഡന്റ്, അതോടൊപ്പം തന്നെ തന്ത്രി, അതോടൊപ്പം തന്ത്രി രാജീവർ കണ്ഠര്, അതോടൊപ്പം തന്നെ മകൻ തന്ത്രി ബ്രഹ്മദത്തൻ, എല്ലാവരും ഇവിടെ ബ്രഹ്മദത്തൻ കണ്ഠരിൽ എല്ലാവരും ഉണ്ട്. എന്തായാലും ഈ ഒരു ചടങ്ങ് ഇപ്പോൾ ഇവിടെ നട തുറന്ന ശേഷം വലിയ തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്നുണ്ട്. ഇനി ഹരിവരാസനത്തോടുകൂടി ഇന്ന് രാത്രി നടയടച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഓരോ ദിവസവും പുലർച്ചയോടുകൂടി തന്നെ നട തുറന്ന് ദർശനമുണ്ടാകും. അത് കഴിഞ്ഞ ശേഷം വൈകുന്നേരവും അതുപോലെ തന്നെയാണ് ഈ ദർശനം. നിരവധി ഭക്തരായിരിക്കും ഈ ഒരു മിഥുനമാസത്തിലും ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നത്. മിഥുനമാസ പൂജകൾക്കായി ശബരിമല നട തുറന്നു. സന്നിധാനത്തിന് എം മനോജാണ് വിവരങ്ങൾ നൽകിയത്.